തിങ്ക് ഫോർ എ മൊമെൻറ്റ്. നമ്മളിൽ ഒരാൾ ഒരു ഡോക്ടറാണ്, ഒരു പൾമനോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ. ആ ഒരു ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലിൽ കുറേ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ നടക്കുന്നു. അതാണ് സിനിമയുടെ കഥ. പക്ഷേ ഇതിലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഡോക്ടറിനുണ്ടായിരുന്ന നേരത്തെ അഫെയറിലെ ആ ഒരു പെൺകുട്ടിയും ആ ഒരു സെയിം ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. സോ അവർക്ക് ആ ഒരു പാസ്റ്റിലെ ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നായകൻ്റെ അമ്മയുടെ കുറേ പ്രശ്നങ്ങൾ കാരണം ആ ഒരു റിലേഷൻഷിപ്പ് നടക്കാതെ പോകുന്നതാണ്. സോ ആ ഒരു പെൺകുട്ടി ആ ഒരു ട്രോമയിലാണ്. ആ ഒരു ട്രോമ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പം മാരീഡാണ് ആ ഒരു പെൺകുട്ടി, ഇയാളും മാരീഡാണ്. സോ അങ്ങനെ രണ്ടുപേര് സെയിം ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ CEO പുള്ളി കുറച്ച് പ്രശ്നക്കാരനാണ്. അതായത് പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പുള്ളി ഒരു പഴയ കൈൻഡ് ഓഫ് വില്ലനാണ്. സോ ആ ഒരു രീതിയിലുള്ളൊരു ക്യാരക്ടറാണ് അഭിലാഷ് രാവ് നായർ എഴുതി വെച്ചിരിക്കുന്നത് ഈ ഒരു കഥാപാത്രങ്ങൾക്ക്. സോ അങ്ങനെ ഓരോ ക്യാരക്ടറും ഇങ്ങനെയാണ് ഈ ഒരു സിനിമയിൽ വരുന്നത്. സോ സിനിമയുടെ പേര് ഡോസ് എന്നാണ്. സോ അതായത് ഡോസ് എന്ന് പറയുന്ന മൂവി ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിൻ്റെ കഥ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ നാരറ്റീവ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഒരു സിനിമയിൽ കഥയെന്ന് പറയുന്നത്, ഈ പൾമനോളജിസ്റ്റ് ആയിട്ടുള്ള നായകൻ്റെ കുറേ പേഷ്യൻസ് അങ്ങ് മരിച്ചു പോകുന്നുണ്ട്. അതിൽ നായകൻ കുറച്ച് ഡിപ്രസ്ഡ് ആണ്. സോ ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള നായകന് പഴയ പാസ്റ്റ് റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള വൈഫും ഫിസിക്കലി പല പ്രശ്നങ്ങളും ഉണ്ട് ഈ ഒരു കഥാപാത്രത്തിന്. സോ അങ്ങനെ പല പ്രശ്നങ്ങളുള്ള ഒരു നായകനാണ്. സോ അങ്ങനെ നായകന് സംശയം തോന്നി ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മോഡലിലോട്ട് മാറുന്നുണ്ട് സിനിമ. സോ അവിടെയാണ് കുറേ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഈ ഒരു സിനിമയുടെ പേര് ഡോസ് എന്നാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ഈ ഒരു ദൃശ്യ രഘുനാഥ്, സിജു വിൽസൺ, കൃഷ കുറുപ്പ്, ജഗദീഷ്, അശ്വിൻ കുമാർ എന്നിവരൊക്കെയാണ്. നേരത്തെ പറഞ്ഞ പോലെ അഭിലാഷ് രാവ് നായറാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറേ മരണങ്ങൾ ഡോക്ടറിനെ ഡിപ്രസ് ആക്കി അങ്ങനെ പോകുന്ന ഒരു സ്റ്റോറിയാണ്. സോ കാര്യമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു നനഞ്ഞ പടക്കം പോലെയുള്ള ഒരു മൂവിയാണ്. ഡോസ് എന്ന് പേരുണ്ടെങ്കിലും ഡോസ് കൂടിയ ഐറ്റം ഒന്നും ഇല്ലാതെ നനഞ്ഞ പടക്കമായി മാറിയ ഒരു മൂവിയാണ് ഈ ഒരു സിനിമ. സോ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം പെർഫോമൻസ് വൈസ് ആണെങ്കിലും മേക്കിംഗ് വൈസ് ആണെങ്കിലും സ്റ്റോറി വൈസ് ആണെങ്കിലും എല്ലാത്തിലും പല പല പ്രശ്നങ്ങളുള്ള ഒരു മൂവിയാണ്. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ കുറേ ക്യാരക്ടേഴ്സിന് ഈ ഒരു മൂവി നമ്മളുടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എവിടെയും ഡിസ്ട്രാക്ട് ആവുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഒരു സിനിമയിൽ അതിനുവേണ്ടി സെറ്റ് ചെയ്ത ട്വിസ്റ്റായിട്ട് തോന്നുന്നുമില്ല. അത് സിനിമയുടെ പ്രധാന പ്രശ്നമാണ്. സോ സിനിമ കൂടുതലും ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിൽ ജഗദീഷിൻ്റെ ഒക്കെ ഒരു ക്യാരക്ടറുണ്ട്. അത് ആദ്യമേ നമുക്ക് മനസ്സിലാവും ഈ ഒരു വില്ലൻ കൈൻഡ് ഓഫ് ക്യാരക്ടറാണെന്ന്. പക്ഷേ ഈ നെഗറ്റീവിലോട്ട് പ്രത്യേകിച്ചൊന്നും ആ ഒരു ക്യാരക്ടർ കൊണ്ടുവരുന്നില്ല. അത് കൊണ്ടുവരാൻ ആ ഒരു സംവിധായകൻ ശ്രമിക്കുന്നില്ല എന്നാണ് തോന്നിയത്. സോ അതൊക്കെയാണ് സിനിമയുടെ പ്രധാന പ്രശ്നം. ഒരു ഷൗട്ട് ചെയ്യുന്നൊരു സീനുണ്ട് ഇതിൽ, പ്രത്യേകിച്ച് ഒരു സീക്വൻസിൽ ഒരു സിജു വിൽസന്റെ ക്യാരക്ടർ ഷൗട്ട് ചെയ്യുന്നൊരു സീൻ. ആ ഒരു സീൻ വർക്കൗട്ട് ആവുന്നില്ല. അതുപോലത്തെ സീക്വൻസ് ഒന്നും, വോയിസ് മോഡുലേഷൻ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ. സോ അതൊക്കെയാണ് സിനിമയുടെ പ്രധാന പ്രശ്നം. സോ അങ്ങനെ ഒരു നനഞ്ഞ പടക്കമായിട്ടുള്ള ഒരു മൂവി, ഒരു 2 മണിക്കൂർ 19 മിനിറ്റാണ് ഈ സിനിമയുടെ നീളം. സോ അത്ര വെറുത്തല്ലാത്തൊരു മൂവി ആയിട്ടാണ് തോന്നിയത്. സോ താല്പര്യമുള്ളവർക്ക് സ്വന്തം റിസ്കിൽ കാണാം. ഈ ഒരു സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിലും മനോരമ മാക്സിലൊക്കെ അവൈലബിൾ ആണ്.